യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പം നമ്മുടെ ജീവിതത്തിന് മാതൃകയായിട്ട് നമുക്ക് ഇന്ന് കർത്താവ് നൽകുന്ന സന്ദേശം വിശുദ്ധ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിത മാതൃകയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിത മാതൃകയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചത് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു വചന സന്ദേശം അനുഗ്രഹത്തിൻ്റെ വചന സന്ദേശമാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്? അതായത് നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം എന്താണ്? ഈ അനുഗ്രഹം എങ്ങനെ കർത്താവിൽ നിന്ന് സ്വന്തമാക്കാം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അബ്രാഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അച്ഛൻ നിങ്ങൾക്ക്, അല്ലെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ആ വചനത്തിൻ്റെ അഭിഷേകമെല്ലാം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്നേഹമുള്ള ഒരു അച്ഛൻ ഓരോ കാര്യം പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തട്ടുമ്പോൾ നിങ്ങളതെല്ലാം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കൊള്ളണം. ഉദാഹരണത്തിന് നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്ന് പറയുമ്പോൾ, എന്നാലും ദൈവം അത് അബ്രാഹത്തോട് പറഞ്ഞല്ലോ, കൊള്ളാം കേട്ടോ, അബ്രാഹത്തെ ഒരു അനുഗ്രഹമാക്കി എന്നും പറഞ്ഞ് അബ്രാഹത്തെ ഓർത്തുകൊണ്ടിരിക്കരുത്. അന്നേരം എന്താ ചെയ്യേണ്ടത്? ആ വചനം എന്ത് ചെയ്യണം? ആ വചനം അങ്ങ് സ്വീകരിക്കണം. അതെ, അപ്പോൾ ഇത് കർത്താവിന് മാറിപ്പോയത്, ഇത് അബ്രാഹത്തോട് പറഞ്ഞല്ല എന്നോട് പറഞ്ഞതാണ് എന്നുള്ള മട്ടിൽ എന്ത് ചെയ്തോണം? അതങ്ങ് സ്വീകരിച്ചോണം. അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറയാണ് നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ ആ വചനത്തെ ഓർത്ത് നന്ദി പറയും. ഇത് എന്നിലും എൻ്റെ മക്കളിലും ഇത് പൂർത്തിയാവട്ടെ എന്ന് പറയണം. ആമേൻ പറഞ്ഞ കർത്താവ് ഇത് എന്നിലും എൻ്റെ മക്കളിലും പൂർത്തിയാവട്ടെ എന്ന് പറയണം. ഇന്നത്തെ ആരാധനയുടെ സമയത്ത് അച്ഛൻ എന്ത് ചെയ്യും? അനുഗ്രഹത്തിൻ്റെ ഒത്തിരി വചനങ്ങൾ തരും. ആ വചനങ്ങളെല്ലാം എന്ത് ചെയ്തോണം? ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ച് അച്ഛൻ വചനം തരികയാണ്. അനുഗ്രഹിച്ച് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ഓൺലൈനിൽ കൂടുകയും ഇവിടെ വന്ന് കൂടുകയും ചെയ്യുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവ് അബ്രാഹാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. സ്നേഹമുള്ളവരെ, ദൈവഹിതത്താൽ പ്രവാസിയായിത്തീർന്ന ഒരു വ്യക്തിയാണ് ഈ അബ്രാഹാം എന്ന് പറയുന്ന ആൾ. ദൈവഹിതപ്രകാരം അല്ലാതെ പ്രവാസിയായി തീർന്ന ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്ന് പറയാമോ? ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ലാതെ പ്രവാസികളായി തീർന്ന ആൾക്കാർ. ഇസ്രായേൽ ജനം. അതിനൊക്കെ മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല. കാരണം ഈ ക്യാമറ ഉള്ളതുകൊണ്ടും ലൈവ് ആൾക്കാർ കാണുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു പരിസരം വിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ദൈവഹിതപ്രകാരം അല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദം ഹവ്വ എടുത്താൽ തന്നെ എന്താണ്? അവരുടെ പ്രവാസം ദൈവഹിതപ്രകാരമായിരുന്നോ? അവർ പർദീസായിൽ നിന്ന് പുറത്തായി, മറ്റൊരു നാട്ടിലേക്ക് അവർ പോയി. അപ്പോൾ അത് ദൈവഹിതപ്രകാരമായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ഈ കായൻ സഹോദരനെ കൊന്നപ്പോൾ പറഞ്ഞു ഞാൻ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. അവനൊരു പ്രവാസിയായിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവാസം എല്ലാം സംഭവിച്ചത് ജീവിതത്തിലെ പാപങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ പ്രവാസത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഈ ഒരു ഭാഗത്ത് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രാഹത്തോട് പറയാണ്, നീ നിൻ്റെ ദേശമൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യുക? ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം നാടായ കേരളം, ഇന്ത്യ, അല്ലെ ബോംബെയിലോ ഡൽഹിയിലോ അവിടെ ഇങ്ങനെ പല സ്ഥലത്ത് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അത് വിട്ടിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ദേശത്തുള്ള എല്ലാവരെയും നമ്മളുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ദേശത്തേക്ക് പോകുന്നു. ഈ ഒരു ദേശത്തേക്ക് നമ്മൾ പോകും. നമ്മളിപ്പോൾ ഈ ദേശത്താണ് ആയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മളിതങ്ങ് സ്വീകരിക്കുകയാണ്. കർത്താവേ, നിൻ്റെ ഹിതമായിരുന്നു ഞങ്ങൾ ഈ രാജ്യത്തേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ആരാണ്? കർത്താവാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾ എടുക്കാവുള്ളൂ. ഇവിടെ വന്ന് ഇവിടുത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം കാണുമ്പോൾ എൻ്റെ ദൈവമേ, എന്തിനാ ഈ കാനഡയ്ക്ക് വന്നത്? വന്ന കടമായിപ്പോയി. ഒരു വീട് മേടിച്ചാൽ ഒരു വണ്ടി മേടിച്ചു, പിന്നെ പെട്ടു. പിന്നെ ഒരു 3 മാസം പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും 3 മാസം പണിയെടുത്തതിൻ്റെ ഒരു നല്ലൊരു ശതമാനം ടാക്സ് ആര് കൊണ്ടുപോയി? ഗവൺമെൻറ് കൊണ്ടുപോയി. പിന്നെ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നഷ്ടമല്ലേ? പിന്നെ ഈ രാജ്യത്ത് ഇത് പോയാൽ നഷ്ടമല്ലേ? ആ ടാക്സ് നഷ്ടമായി, കൊടുത്ത ടാക്സ് നഷ്ടമായി പോയില്ലേ എന്നൊക്കെ വിചാരിച്ച് പലരും വിചാരിക്കുന്നത് എന്താണ്? അപ്പോൾ എന്തായാലും ഇവിടെ വന്നുപോയി, ഇനി എന്താണ്? ഇനി ഇവിടുന്ന്
തിരിച്ചു പോകേണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിരിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളൊരു കാര്യം ഓർക്കുക. ഒരു കാര്യം ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളും, ഓൺലൈനിൽ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇങ്ങനെ ഓർക്കണം, ഈ രാജ്യത്തേക്ക് ഒരു പരദേശിയായി എന്നെ കൊണ്ടുവന്നത് ആരാണ്? ദൈവമാണ്. ദൈവമാണ് എന്നെ ഈ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ വെറുതെ ഒന്ന് കൊടുത്തിട്ട് നോക്കിയതാണ്, അന്നേരം ഉണ്ട്, ബാക്കി ആർക്കും കിട്ടിയില്ല, പക്ഷെ നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്തു? ശരിയായി. ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നാ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് പോകുന്നതാണ്. എങ്ങനെയൊക്കെ ആണെങ്കിലും പലതരത്തിൽ ദൈവം എന്ത് ചെയ്തു? ഈ രാജ്യത്ത് വരാൻ വേണ്ടി നമുക്ക് അവസരം ഒരുക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമ്മളെ മറ്റൊരു രാജ്യത്ത്, നമ്മൾക്ക് അവകാശമില്ലാത്ത മറ്റൊരു രാജ്യത്ത് കൊണ്ടുവന്ന് നമുക്ക് വീടും വാഹനവും സൗകര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു, അല്ലേ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഈശോ ഒരുക്കി തന്നു. അപ്പോൾ ഈശോയ്ക്ക് നന്ദി പറയാം. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ ഈശോയെ, എന്റെ ഭവനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ വാഹനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ മക്കളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളെ ഈ ഒരു രാജ്യത്തേക്ക് പല വ്യക്തികളിലൂടെ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ഈ രാജ്യത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, നമുക്ക് സഹനങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് അച്ഛൻ വരാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ദേശം ദൈവം നമുക്ക് നൽകിയതാണെന്നുള്ള മട്ടിൽ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ദേശത്തേക്ക് നമ്മളങ്ങനെ വന്നതാണ്. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹം ആയിത്തീരും. അപ്പോൾ വചനം പറയാണ്, നിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. അപ്പോൾ ദൈവം നമ്മൾക്ക് ഒരു രാജ്യത്തേക്ക് വരുമ്പം, വേറൊരു ദൈവം കാണിച്ചു തരുന്നൊരു രാജ്യത്തേക്ക് വരുമ്പം ദൈവം നമുക്ക് നൽകുന്ന ഒരു ആദ്യത്തെ വാഗ്ദാനമാണെന്ത്? നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും എന്നുള്ള ഒരു വാഗ്ദാനം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും, നാട്ടിലുള്ളതിലും കൂടുതൽ ജീവൻ്റെ തുറവിയുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ നാട്ടിലുള്ളതിലും കൂടുതൽ ജീവൻ്റെ തുറവി, ജീവനോട് താല്പര്യമുള്ള നല്ലൊരു ഗണം ആൾക്കാരെ കാണുന്നത് ഇവിടെയാണ്. അത് പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ അത് കർത്താവിൻ്റെ ഒരു കൃപയാണ്, കർത്താവിൻ്റെ കാരുണ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയല്ല, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഇപ്പോൾ പ്ലോജനച്ചന് ഈ പള്ളിയിൽ വികാരിയായിട്ട് വരുമ്പോൾ എന്ത് കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് ഫാമിലീസ് ആയിരുന്നു. പക്ഷേ ഈ 3-4 വർഷം കൊണ്ട് നമ്മുടെ പള്ളിയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധം ആൾക്കാരെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു ജനതയായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിസ്സാര കാര്യമല്ല ഇത്. ദൈവം നമ്മളെ ഈ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പല സ്ഥലത്തും ഇന്ന് മലയാളികൾ ഇങ്ങനെ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ മിക്കവരും തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒന്നെങ്കിൽ ലണ്ടൻ, അല്ലെങ്കിൽ മിസ്സിസാഗ, അല്ലെങ്കിൽ സ്കാർബ്രോ, അല്ലെങ്കിൽ ഓഷവ, ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഒന്നും ഞങ്ങൾ പോകുകയല്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെയൊക്കെ വീടിന് വില കൂടുതലാണ്, പക്ഷേ എന്നാലും വേറെ സ്ഥലത്ത് വീട് മേടിച്ച് പോകുന്നില്ല. അതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഞങ്ങളുടെ മക്കൾക്ക് പള്ളി വരാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു സൗകര്യം അവിടെയുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജനമായി കർത്താവിനെ ആരാധിച്ച് കഴിയാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളതിനെ നിസ്സാരമായിട്ട് കാണരുത്. അതായത് ഏതെങ്കിലും ഒരു കാട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റിയായി ഒന്നു ചേർന്ന് ഒരേ മനസ്സോടെ നമ്മുടെ ഭാഷയിൽ കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉള്ള സ്ഥലങ്ങൾ കാനഡയിൽ അധികമില്ല. കാനഡയിൽ എന്ന് തന്നെയല്ല, മിക്ക രാജ്യങ്ങളിലും ഇതുപോലെ വിദേശ രാജ്യങ്ങളിലും അധികമില്ല. പക്ഷേ കർത്താവ് എന്ത് ചെയ്യാണ്? ഇവിടെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഒരുക്കി തന്നിട്ടുണ്ട്, ആരാധന കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്, നമുക്ക് വചന പ്രഘോഷണവും ശുശ്രൂഷകളും ഈശോ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒരു വിളിപ്പാടകലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടിപ്പോയാൽ അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ കിട്ടുന്ന സ്ഥലത്ത് കർത്താവ് ഇതെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്.
ഇതിനോടുള്ള നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ബാക്കിനെല്ലാം നമുക്ക് ഈശോ ഒരുക്കി തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ട ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അതിനൊന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഇനി അടുത്തത് അബ്രാഹത്തിനോട് പറയാണ്, നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകുമെന്ന് പറയാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ വിശ്വാസത്തിലും ധാർമ്മികതയിലും നവീകരിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടെ നമുക്കുണ്ട്. അങ്ങനെയാണ് പണ്ട് ആലഞ്ചേരി പിതാവ് പറഞ്ഞത്. അതായത് നിങ്ങൾ പ്രവാസികൾ, നിങ്ങൾ മിഷണറിമാരും കൂടെയാണ്. വിശുദ്ധ തോമാസ് ലീഗയുടെ ചൈതന്യത്തോടുകൂടെ പോയിരിക്കുന്ന മിഷണറിമാരും കൂടെയാണ് നിങ്ങൾ. എങ്ങനെയാണ് നമ്മൾ മിഷണറിമാരാകുന്നത്? ഇവിടെ വന്ന് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ യൂബർ ഓടിക്കുന്നു. ഇങ്ങനെ പല മേഖലകളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ, ധാർമ്മിക ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ, അതുപോലെ തന്നെ ജീവൻ്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം എന്താണ്? ഇഷ്ടംപോലെ ബോധ്യങ്ങൾ കിട്ടുന്ന, വചനങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈശോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ കേരളത്തിലുള്ള ഇത്തരം ധ്യാന കേന്ദ്രങ്ങൾ, കേരളത്തിലുള്ള ഇത്തരം ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, വേറെ എവിടെയുള്ള, ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ അത്രയും അച്ഛന്മാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയും വലിയൊരു രാജ്യമല്ലേ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സാഹിബ്മാരുടെ ഇടയിൽ അതുപോലെ ഇപ്പോൾ കേരളത്തിൽ നമുക്കുള്ള അത്ര ധ്യാന കേന്ദ്രങ്ങളോ അല്ലെ അതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളില്ല, നമുക്കിവിടെ ഇല്ല. അപ്പോൾ ഇത്രയും ഇതെല്ലാം നൽകി ഒരു നഴ്സറിയിൽ എന്ന വണ്ണം കർത്താവ് നമ്മളെ പരിപാലിച്ച് വചനവും കുർബാനയും അനുഗ്രഹവും അഭിഷേകവും എല്ലാം തന്നിട്ടാണ് ഈശോ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ രാജ്യത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ രാജ്യത്തേക്ക് വരുമ്പം സത്യത്തിൽ സംഭവിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അഭിഷേകം എന്ത് ചെയ്യണം? ഇവരിലേക്ക് പകരപ്പെട്ട് ഇവർ നന്നാവണം. പക്ഷെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഈ ദേശത്തുള്ള പല തിന്മകളും നമ്മളിലേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മോശമാകുന്നു. ഓക്കെ, ഇതിപ്പം ഇപ്പം വയ്യാണ്ട് കിടക്കുന്ന ഒരാളെ കൊന്നാൽ, അല്ല മരുന്ന് കൊടുത്ത് അങ്ങ് മരിക്കാൻ അനുവദിച്ചാൽ അതിലേക്ക് വല്ല കുഴപ്പമുണ്ടോ വെച്ചാൽ അവരെന്തായാലും മരിച്ചു പോകേണ്ടതല്ലേ. നാട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമോ? വയ്യാണ്ട് കിടക്കുന്ന ഒരാൾക്ക് മരുന്ന് കൊടുത്ത് അവരെ ജീവൻ അവസാനിപ്പിക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കുമോ? പക്ഷെ ഇവിടെ എന്തായി മാറി? അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് നോർമലായിട്ട് മാറി. അല്ലെങ്കിൽ അബോർഷൻ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് നോർമലായിട്ട് മാറി. അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾക്ക് എതിരായിട്ട് വരുന്ന കാഴ്ചപ്പാടുകളൊക്കെ എന്താണ്? പലതും നോർമലായിട്ട് മാറി. കഞ്ചാവ്, മദ്യം, ഇങ്ങനത്തെ ഇതൊക്കെ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള മട്ടിൽ ആയി മാറി. പക്ഷെ നമ്മുടെ ജീവിത സാക്ഷ്യം അല്ലെ ഫാമിലി, ഭാര്യയും ഭർത്താവും എന്തിനാണ് ഒരുമിച്ച് ജീവിക്കുന്നത്? മക്കൾ വേണമെങ്കിൽ അതൊക്കെ തന്നെ വളർന്നോളും. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ മക്കളെ നോക്കേണ്ട ആവശ്യമില്ല. മക്കളെ എന്തിനാണ് നോക്കുന്നത്? അവരവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്നുള്ള മട്ടിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ ദേശത്തുണ്ട്. ഫാമിലി എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു വാല്യൂ ഇല്ല. ഓക്കെ, നല്ലപോലെ വിശ്വാസമുള്ള ആൾക്കാരുടെ ഇടയിലുണ്ട്. നല്ലതുപോലെ വിശ്വാസമുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരുപക്ഷെ നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനത്തെ വാല്യൂസ് ഉണ്ട്. പക്ഷേ ജനറലി പറയുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ ആരുടെയും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവട്ടെ, അപ്പോൾ ഉടനെ ഇവരുണ്ടാവുന്ന പ്രതികരണം എന്താണ്? ഇഫ് യു കനോട്ട് ഗോ ടുഗദർ യു ലിവ് സെപ്പറേറ്റ്ലി, യു ലിവ് എ സെപ്പറേറ്റ് ലൈഫ്. ഒരിക്കലും ഇതിനെ ഒന്ന് റെക്കൺസൈൽ ചെയ്യാനായിട്ട് എന്താണ് ഇവർ പ്രോത്സാഹിപ്പിക്കാറ്. അതുകൊണ്ടാണ് നമ്മുടെ പല കുടുംബങ്ങളിലും പോലീസിനെയൊക്കെ വിളിക്കേണ്ടി വരുന്ന അവസരം വരുമ്പം അതിന് കിട്ടുന്ന കൗൺസിലേഴ്സും കാര്യങ്ങളെല്ലാം എന്താണ് ആദ്യം കൊടുക്കുന്നത്? ഇതെന്താണ്? അവരോട് ജീവിക്കാൻ പറ്റിയല്ലേ, ഓക്കെ, യു ലിവ് എ സെപ്പറേറ്റ് ലൈഫ്, അങ്ങനെ പറയുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കുടുംബത്തിന് വാല്യുണ്ട്. അപ്പനും അമ്മയും ഒരുമിച്ച് പള്ളിയിൽ വരുന്നതിന് വാല്യുണ്ട്. മക്കളെ പള്ളിയിൽ കൊണ്ടുവരുന്നതിന് വാല്യുണ്ട്. അവർക്ക് തുടക്കം തൊട്ടേ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിന് വാല്യുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ലോകത്തെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. കാരണം അതെല്ലാം കിട്ടി വളർന്ന ആൾക്കാരാണ്. നല്ല സ്കൂളുകളിൽ പഠിച്ച ആൾക്കാരാണ് നമ്മൾ. നല്ല സിസ്റ്റേഴ്സിനെ കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മൾ. നല്ല അച്ഛന്മാരെ കണ്ടു വളർന്ന ആൾക്കാരാണ് നമ്മൾ. ഇഷ്ടംപോലെ വചനം കേട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾക്ക് ഈ വചനം, ഈ കൃപകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ദേശത്ത് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. പറഞ്ഞ ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്ത് മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ഉയരുമ്പോൾ ആ സ്ട്രീറ്റ് എന്ത് ചെയ്യും? വിശുദ്ധീകരിക്കപ്പെടും. ആ സ്ട്രീറ്റ് വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ കടയായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, അവിടെ സത്യസന്ധമായ ബിസിനസ് നടക്കുകയും അവിടെ പ്രാർത്ഥന ഉയരുകയും ചെയ്യുമ്പോൾ എന്താണ്? ആ ഒരു പ്രദേശം വിശുദ്ധീകരിക്കപ്പെടും. അപ്പം ആ ഒരു ദേശത്ത്, ആ ഒരു സ്ഥലത്ത് കർത്താവ് എന്ത് ചെയ്യും? അനുഗ്രഹം വർഷിക്കും. അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മക്കൾ നല്ലതുപോലെ ഒരു സ്കൂളിൽ പഠിക്കുന്നു, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ മൂലം ആ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ മക്കൾ മൂലം ആ സ്കൂളിനെ ദൈവം അനുഗ്രഹിക്കും. അവിടെ വിശ്വാസം വളരാൻ എന്ത് ചെയ്യും? ഈശോ ഇടയാക്കി, ഈശോ സാഹചര്യം ഒരുക്കും. കാരണം എന്താണ്? വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്ന 2 or 3 പേര് ഉള്ള സ്ഥലത്ത് വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടാനും പകരപ്പെടാനും ഈശോ വളർത്താനും എന്ത് ചെയ്യും? ഈശോ ഇടയൊരുക്കും. ഇതിനെ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. അപ്പം നമ്മുടെ കടമ എന്താണ്? ഈ ഒരു വർഷം അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? യു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്, ബി എ ബ്ലെസ്സിങ് ഫോർ ദിസ് കൺട്രി, be a blessing for all those who see you and all those who talk to you. ഒരു ബ്ലെസ്സിങ് ആയിട്ടങ്ങ് മാറണം നമ്മൾ. ഈ ഒരു വർഷത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം അതാണ്, ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെ കൂടെ സാറായും ലോത്തും എല്ലാം ഇങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, അബ്രാഹാം ഭാര്യ സാറായും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അബ്രാഹാം ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. അപ്പം അബ്രാഹാം പിടിച്ചടക്കുകയല്ല ചെയ്യുന്നത്, ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ്, ദ ഓണർ ഓഫ് ദ ലാൻഡ് ഈസ് ഗാഡ്. ഓക്കെ, ദി ഓണർ ഓഫ് ദ ലാൻഡ് ഈസ് ഗാഡ്. ഈ ലാൻഡ് കിട്ടണമെങ്കിൽ അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടണം. ഗിഫ്റ്റായിട്ട് തന്നെ കിട്ടണം. ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് നമുക്ക് മേടിക്കാൻ പറ്റും, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മേലൊരു അവകാശം ഉണ്ടല്ലോ, ഒരു ഹെറിറ്റേജ് എന്ന് പറയും. അതായത് നമുക്ക് തലമുറകളിലേക്ക് കൈമാറാൻ പറ്റുന്ന ഒരു അവകാശം. ഈ ഒരു അവകാശം കിട്ടണമെങ്കിൽ അത് കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകണം. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനത്തിൽപ്പെട്ട ഒന്നാണ് ലാൻഡ് എന്ന് പറയാം. മക്കൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു സമ്മാനമാണ് ഭൂമി അവകാശമായിട്ട് നൽകുക എന്ന് പറയും. അപ്പം അതുമാത്രമല്ല, ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടില്ലേ, സകലത്തിൻ്റെ മേൽ മനുഷ്യന് ആധിപത്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയാണ് എന്ത് ചെയ്യുന്നത്? അവകാശമായിട്ട് മനുഷ്യന് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയുടെ മേൽ, ഈ ദേശത്തിൻ്റെ മേലൊരു അവകാശം ഉണ്ടായിരിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് എന്തുണ്ടാവണം? നമുക്കൊരു ബന്ധം ഉണ്ടാവണം. ഇങ്ങനെയുള്ള ബന്ധം വഴി മാത്രമേ നമുക്ക് ഈ ദേശത്തിൻ്റെ അവകാശം കിട്ടുകയുള്ളൂ. പിടിച്ചടക്കുകയല്ല, മറിച്ച് എന്താണ്? അവകാശം കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകുക. നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു വീടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ 2 വീടൊക്കെ ഉണ്ടാവുമായിരിക്കും. 3 വീടുള്ളവരുണ്ടോ? നമുക്കിവിടെ 3 വീടുള്ളവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 വീടൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മളിത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയാണ്, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരു റിസഷൻ വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പണപ്പെരുപ്പം വന്നാൽ മതി, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതിൻ്റെ മോർഗേജ് അടയ്ക്കാൻ പോലും പറ്റാതെ നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഭിഷേകം കിട്ടണമെങ്കിൽ, നമ്മുടെ ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ കർത്താവ് നമുക്ക് ദാനമായിട്ട്, ഇതൊരു അവകാശമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് തരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ, ഈശോയെ, ഈ ദേശത്ത് ഞാൻ താമസിക്കുമ്പോൾ നമുക്കിവിടെ അവകാശം പറയാനൊന്നുമില്ല. കാരണം നമ്മുടെ കാരണവന്മാരുടെ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മുടെ കാരണവന്മാരുടെ ഒന്നും ഇവിടെ ഇല്ല, അതെല്ലാം നാട്ടിലാണ്. അവിടെയാണ് നമ്മൾ വേണ്ടാന്നും പറഞ്ഞ് നമ്മളിങ്ങ് പോരുകയും ചെയ്തു. വേണ്ടാന്നൊക്കെ പറഞ്ഞു, പിന്നെ ഇച്ചിരി കിട്ടുവാണെങ്കിൽ അതെങ്ങനെയെങ്കിലും വെളുപ്പിക്കാമെന്നൊക്കെ നമ്മൾ നോക്കും. പക്ഷേ പോട്ടെ. ഇപ്പോൾ എന്തായാലും നമ്മളത് നാട്ടിൽ ഇനി നമ്മൾ കാര്യമായിട്ട് ആരും തന്നെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോകാനോ നാട്ടിൽ താമസിക്കാനോ ഒന്നും പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ചെറിയ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ഒരു കുറച്ച് വർഷം കൂടെ താമസിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം പൊക്കോളും. അപ്പോൾ പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് അന്നേരം നമ്മുടെ കാരണവന്മാരുടെ ഒന്നും ഇവിടെ ഇല്ല. അപ്പം നിങ്ങളാണ് ഇവിടുത്തെ ദ സോ കോൾഡ് ഫസ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ തലമുറകൾക്ക് വേണ്ട ഒരു അനുഗ്രഹം
ഈ ദേശത്ത് സമ്പാദിച്ച് വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത്. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുള്ള പള്ളി ആയിക്കൊള്ളട്ടെ, സ്കൂളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, അതൊക്കെ തലമുറകളായിട്ട് നമ്മുടെ കാരണവന്മാർ പ്രാർത്ഥിച്ച് നേടിയെടുത്ത അനുഗ്രഹത്തിൻ്റെ നിക്ഷേപങ്ങളാണ് എവിടെ കിടക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നത്. അതിൻ്റെ പങ്കുപറ്റിയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളർന്നു വന്നത്. അപ്പം നമ്മുടെ മക്കൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വളരുമ്പോൾ, ഈ ഒരു ദേശത്ത് വളരുമ്പോൾ, ഇവർക്ക് ഇവിടെ അവകാശം പറ്റണമെങ്കിൽ, ഇവരിവിടെ വേര് പിടിക്കണമെങ്കിൽ, ഓക്കെ, മക്കൾ ഇവിടെ ഈ രാജ്യത്ത് വേര് പിടിക്കണമെങ്കിൽ എന്തു ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദേശത്തിൻ്റെ ഓഹരി, ഈ ദേശത്തിൻ്റെ അവകാശം എനിക്കും കൂടെ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്കും കൂടെ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. അങ്ങനെയാണ് നമുക്ക് ഈ ദേശത്ത് അവകാശവും കൃപകളും ഒക്കെ ഉണ്ടാവുക. ഞാനെപ്പോഴും ഈ ഒരു കാര്യത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ പരമാവധി ക്രിസ്ത്യാനിറ്റി, കാത്തലിക് മോറൽസ് പ്രൊമോട്ട് ചെയ്യണം. അത് നമ്മുടെ സ്ഥാപനങ്ങളിലായിക്കൊള്ളട്ടെ, ഈ രാജ്യത്തായിക്കൊള്ളട്ടെ, നമ്മൾ താമസിക്കുന്നതെല്ലാം ചെയ്യണം. അത് നമ്മുടെ ഒരു ദൗത്യമാണ്. അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് ഈ രാജ്യത്തിന് ഒരു നഷ്ടവും വരാൻ വന്നില്ല. ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതായത്, ഇഫ് യു ആർ എ ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ, യു ആർ ഗോയിങ് ടു ബി എ ഗുഡ് സിറ്റിസൺ. എ ഗുഡ് ക്രിസ്ത്യൻ ഈസ് എ ഗുഡ് സിറ്റിസൺ. അങ്ങനെയാണ്. അവൻ വേറെ രാജ്യത്തിനെതിരായിട്ടോ, രാജ്യത്തിന് തുരങ്കം വെക്കാനോ, ബോംബ് വെക്കാനോ, വെടിവെക്കാനോ ഒന്നും ഒരു കത്തോലിക്കും പോകാല, ഒരു നല്ലൊരു ക്രിസ്ത്യാനി പോകാല. അവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കും? ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും സുസ്ഥിതിക്കും വേണ്ടി പ്രാർത്ഥിക്കും. നല്ലൊരു ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് എതിരായിട്ടുള്ള അല്ലെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിയമലംഘനങ്ങളും നടത്തുകയില്ല. ഒരു നിയമലംഘനങ്ങളും നടത്തുകയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? മറ്റുള്ളവരെ കെയർ ചെയ്യുക, അല്ലെ നിയമം ലംഘിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈ രാജ്യത്തൊരു അവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലെറ്റ് us ബി ഫെയ്ത്ത്ഫുൾ ടു ഗാഡ് ആൻഡ് ലെറ്റ് us ആസ്ക് ഗാഡ്. ചോദിച്ചും പ്രാർത്ഥിച്ചും മേടിക്കണം. കർത്താവേ, എൻ്റെ മക്കൾ ഇവിടെ ഈ രാജ്യത്ത് വേര് പിടിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. വേര് പിടിക്കാൻ കർത്താവ് തരാതെ നമുക്ക് ഒരു അവകാശം കിട്ടുക. ഗവൺമെൻറ് അല്ല PR തരുന്നത്, കർത്താവാണ് അത് തരേണ്ടത്. അപ്പോൾ അത് PR സിറ്റിസൺഷിപ്പൊക്കെ. ഇനി സിറ്റിസൺഷിപ്പ് ആയെന്ന് വിചാരിച്ച് നമുക്കൊന്നും ഇവിടെ അവകാശമില്ല. അവകാശം കിട്ടണമെങ്കിൽ അത് എന്ത് തരണം? അത് കർത്താവ് തന്നെ നമുക്ക് തന്നേ പറ്റില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, പ്രാർത്ഥിച്ച് ഈ ദേശത്തുള്ള ഒരു അനുഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കണേ എന്ന് നല്ലപോലെ പ്രാർത്ഥിച്ച് മേടിയെടുക്കും. എന്നിട്ട് ഇങ്ങനെയാണ് അബ്രാഹാം ചെയ്തത്. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു, കർത്താവിനെ ആരാധിച്ചു എന്നുള്ളതാണ്. അപ്പം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ദൈവ ആരാധനയാണ്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ദൈവ ആരാധനയാണ്. ദൈവം കൊടുത്ത ഈ വാഗ്ദാനങ്ങളെല്ലാം പതിയെ അബ്രാഹത്തിൽ നിറവേറുന്നത് എങ്ങനെയാണ്? അബ്രാഹാം കർത്താവിനെ ആരാധിച്ച് തുടങ്ങിയപ്പോഴാണ്, ബലി അർപ്പിച്ച് തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേശത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബലിയർപ്പണമാണ്. ഇത് മറന്നു പോരുത്. നിങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആൾക്കാരാണ്, പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അച്ഛൻ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നിങ്ങളുടെ ആ പ്രാർത്ഥന, നിങ്ങൾ ത്യാഗം എടുത്ത് വരുന്നത് നഷ്ടമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അച്ഛൻ ഇതൊന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയുന്നത്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ബലിയർപ്പണമാണ്. അവിടെ അബ്രാഹാം കർത്താവിന് ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ ദൈവത്തിന് ബലിയർപ്പിച്ചു. അപ്പം അബ്രാഹാം പോകുന്നിടത്തെല്ലാം കർത്താവിന് ബലിയർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ബലിയർപ്പണ ജീവിതം ഉള്ളിടത്ത് ദൈവം എന്തു ചെയ്യും? ദൈവം തൻ്റെ അവകാശം തൻ്റെ മക്കൾക്ക് കൊടുക്കും. എല്ലാ അവകാശങ്ങളും പിതാവായ ദൈവം എല്ലാ അവകാശങ്ങളും കൊടുത്തിരിക്കുന്ന ആർക്കാണ്? ഈ പുത്രനാണ്. അപ്പം ഇതിന് ഈ അനുഗ്രഹം കിട്ടുന്നത് ആദ്യജാതനല്ലേ, ആദ്യത്തെ പുത്രൻ എന്നാണ് പറയുന്നത്. ഈ അവകാശ കൈമാറ്റം നടക്കുന്ന ആർക്കാണ്? ആദ്യത്തെ പുത്രനാണ് ഈ അവകാശ കൈമാറ്റം നടക്കുന്നത്. അപ്പോൾ ദൈവശാസ്ത്രം പിതാവായ ദൈവത്തിൻ്റെ ആദ്യജാതൻ, ഏകജാതൻ എന്നൊക്കെ പറയുന്ന ആരാണ്? ഈശോയാണ്. ഈശോയിലാണ് ഈ അവകാശം കിടക്കുന്നത്. എല്ലാത്തിൻ്റെയും മേലുള്ള അവകാശം ഈശോയിലാണ് കിടക്കുന്നത്. ഈ ഈശോയ്ക്കാണ് എല്ലാത്തിൻ്റെ മേലും അവകാശമുള്ളത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആകാശത്തിൻ്റെ ഭൂമിയിലുള്ള സകലത്തിൻ്റെ മേൽ എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സഹോദരങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈശോയോട് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് അന്നേരം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈശോയുടെ അവകാശത്തിൽ പങ്ക് കിട്ടും. അങ്ങനെ ഈശോയുടെ അവകാശത്തിൽ പങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് കാനഡയുടെ മേലൊരു അധികാരമുണ്ട്, ഈശോയ്ക്ക് അമേരിക്കയുടെ മേലൊരു അധികാരമുണ്ട്, ഈശോയ്ക്ക് യൂറോപ്പിൻ്റെ മേലെ അധികാരമുണ്ട്, ഈശോയ്ക്ക് ഓസ്ട്രേലിയയുടെ മേലെ അധികാരമുണ്ട്, ഈശോയ്ക്ക് ഇന്ത്യയുടെ മേലെ അധികാരമുണ്ട്, ഏഷ്യയുടെ മേലെ അധികാരമുണ്ട്, ആഫ്രിക്കയുടെ മേലെ അധികാരമുണ്ട്. ഈശോയ്ക്ക് എല്ലാത്തിൻ്റെ മേലെ അധികാരമുണ്ട്. ആകാശത്തിൻ്റെയും ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മുകളിൽ എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്ന ഈശോ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മേലെ ഈശോയ്ക്ക് അധികാരമുണ്ട്. അപ്പോൾ ശരിക്കും അബ്രാഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വാഗ്ദാനം അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാവുന്ന ഈശോയിലാണ്. അപ്പോൾ ഈശോയ്ക്ക് എല്ലാത്തിൻ്റെ മേലെ അധികാരമുണ്ട്. നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈശോയുടെ ശരീരമായിട്ട് നമ്മൾ ഒന്നായിത്തീരുന്നു. വിശുദ്ധ കുർബാന നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശരീരമായിട്ട് നമ്മൾ ഒന്നായിത്തീരുന്നു. ഈശോയുടെ സഹോദരങ്ങളായിട്ട് നമ്മൾ മാറുന്നു, ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുന്നു. പൗലോസ്ലീഹ പറയുന്നു, മക്കളെങ്കിൽ അവകാശികളുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ദേശത്തിൻ്റെ അവകാശം തനിയെ നമുക്ക് കിട്ടും. അത് ഈ രാജ്യത്ത് മാത്രമല്ല, ഏത് രാജ്യം കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലായിടത്തും അവിടെ നിന്ന് എന്ത് തരും? നമുക്ക് അവകാശവും ആധിപത്യവും നൽകും. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി ഈ ദേശത്തെത്തിയതിനു ശേഷം അബ്രാഹത്തിന് സംഭവിച്ച 1-2 മണ്ടത്തരങ്ങൾ അച്ഛനൊന്ന് പറഞ്ഞുതരാം. അവിടെ ഒരു ക്ഷാമം ഉണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാഹം അങ്ങോട്ട് തിരിച്ചു. അബ്രാഹത്തോട് ഈജിപ്തിലേക്ക് പോകാൻ കർത്താവ് പറഞ്ഞോ? അബ്രാഹത്തോട് എങ്ങോട്ട് പോകാനാണ് കർത്താവ് പറഞ്ഞത്? കാനാനിലേക്ക് പോകാനാണ് പറഞ്ഞത്. പക്ഷേ ഈ അബ്രാഹം എന്ത് ചെയ്യാണ്? ആ ദേശത്തു നിന്നും ഈജിപ്തിലേക്ക് പോവുകയാണ്. എന്നാൽ തന്നെ വിളിച്ച കർത്താവിനോട് അബ്രാഹം ആലോചന ചോദിച്ചോ? ഇല്ല. ഉപദേശം ചോദിച്ചോ? ഇല്ല. അപ്പം അബ്രാഹം ഇതൊന്നും ചോദിച്ചില്ല. അബ്രാഹം ഭാര്യ സാറായും കൂട്ടി എന്ത് ചെയ്തു? വിട്ടടിച്ച് നേരെ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിനൊരു പേടി, ഭാര്യയെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോവോ എന്നുള്ളത്. നീ കാണാൻ അഴകുള്ളവളാണ് എന്നെനിക്കറിയാം. നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവളിവൻ്റെ ഭാര്യയാണ്, എന്നിട്ട് അവനെ കൊന്നുകളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാവാതിരിക്കാൻ നിന്നെ പ്രതി അവർ എൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. എന്നിട്ട് സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫറവോ എന്ത് ചെയ്തു? സാറായെ ഭാര്യയാക്കി. ഭാര്യ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫറവോയും സേവന്മാരെയും കുടുംബത്തെ എല്ലാവരെയും കർത്താവ് പീഡിപ്പിക്കാനായിട്ട് തുടങ്ങും. കാരണം കർത്താവ് ഇടപെട്ടു എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പം നമ്മൾ ഈ ഒരു രാജ്യത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്? പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണ്. ഓക്കെ, എവിടെ പോകണം, എങ്ങോട്ട് മൂവ് ചെയ്യണം, എന്ത് ബിസിനസ് തുടങ്ങണം, ഏത് കടയിൽ ജോലി ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തീരുമാനം എടുക്കും. ഏത് വണ്ടി എടുക്കണം, ഏത് വീട് പോയി എടുക്കണം, ഇങ്ങനെ. സ്നേഹമുള്ളവർ, ഒരു കാര്യം അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ സ്വന്തമായി വീടെടുത്ത്, സ്വന്തമായി വാഹനമെടുത്ത്, സ്വന്തമായി ബിസിനസ് തുടങ്ങി, കൂട്ടുകൂടി ബിസിനസ് തുടങ്ങി തകർന്ന ഒത്തിരി പേര് നമ്മുടെ ലണ്ടനിലുണ്ട്, നമ്മുടെ ഒൻറ്റാരിയോയിലുണ്ട്, നമ്മുടെ ഈ കാനഡയിലുണ്ട്. അതായത് കർത്താവിനോട് ആലോചന ചോദിക്കാതെ ഇങ്ങനെ കൂട്ടുകെട്ടുകളിൽ കൂട്ടുകാർ പറഞ്ഞ് പലതിനും ഇറങ്ങിത്തിരിഞ്ഞ് കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വിവാഹ ജീവിതം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ആയ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ വീടിന് അഡ്വാൻസ് കൊടുത്ത് വീട് കയറി പാർത്ത് പിന്നീട് ഒരു തരത്തിലുള്ള ഐശ്വര്യമോ ഉയർച്ചയോ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് എടുക്കരുത്. ക്ഷാമം വന്നാലും വിളിച്ച് കൊണ്ടുവന്ന ദൈവം പട്ടിണിക്കിട്ട് കൊല്ലില്ല എന്നൊരു വിശ്വാസം നമുക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അതെൻ്റെ പാപം വഴി അല്ലാതെ നോർമലായിട്ട് വരുന്ന എന്ത് പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും എന്നെ താങ്ങാൻ ഒരു കർത്താവുണ്ട്, കർത്താവ് എൻ്റെ കാര്യം നോക്കിക്കൊള്ളും എന്നുള്ളൊരു ബോധ്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും വേണം. പ്രത്യേകിച്ച് ഒരു പുതുവർഷത്തിൽ നമ്മൾ ജീവിക്കുമ്പം ആ ഒരു ബോധ്യത്തിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ജീവിക്കാൻ. എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന ദൈവം എന്നെ
ഉപേക്ഷിക്കില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. രണ്ടാമത്തെ അപകടം അബ്രാഹത്തിന് പറ്റുന്നത്, അബ്രാഹം ഈ രാജ്യത്ത് വന്ന് വളരെ സമാധാനത്തോടുകൂടെ ഭാര്യയോടുകൂടെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അബ്രാഹം പക്ഷേ ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പം അബ്രാഹത്തിന് പിന്നെ ഭാര്യ സഹോദരിയാണ്. ഓക്കെ, ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഭാര്യ പിന്നെ ആരാണ്? സഹോദരിയാണ്. അപ്പം ഈ സഹോദരിയെ ഫറവോ പിടിച്ചുകൊണ്ട് പോയി ഫറവോ ഭാര്യയാക്കിയിട്ടൊന്നും അബ്രാഹത്തിന് സങ്കടമുണ്ട്. പക്ഷെ അബ്രാഹത്തിന് എന്താണ്, ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും നമ്മളുടെ ഈ കാനഡയിലെ ലൈഫ് സ്റ്റൈലിൽ, അല്ലെ ഇങ്ങനെയുള്ള കാനഡ, അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെ സ്ഥലങ്ങളിൽ, യൂറോപ്പ് പോലുള്ള ഭൂഖണ്ഡത്തൊക്കെയുള്ള രാജ്യങ്ങളിലെ നമ്മുടെ ജീവിത രീതി പലപ്പോഴും എന്താണ്, ഇങ്ങനെയൊക്കെയാണ്. പലപ്പോഴും ഭാര്യയ്ക്ക് ഭാര്യയാണെന്ന മട്ടിൽ ബഹുമാനം കൊടുക്കാനോ, അല്ലെ ഭർത്താവിന് ഭർത്താവാണെന്ന മട്ടിൽ ബഹുമാനം കൊടുക്കാനോ, സ്നേഹം കൊടുക്കാനോ, ജീവിത സമർപ്പണം കൊടുക്കാനോ നമ്മളിൽ പലർക്കും പലപ്പോഴും കഴിയുന്നില്ല. നമ്മൾ പലർക്കും പലപ്പോഴും കഴിയുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്, പക്ഷെ പലപ്പോഴും സഹോദരി സഹോദരന്മാരെ പോലെയൊക്കെയാണ് ജീവിക്കുന്നത്. അവർ വർത്തമാനം പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട വിധം സമർപ്പണം ഇല്ലാതെ അവരുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. കാരണം എന്താണ്? ഈജിപ്തിൽ അടിമപ്പണിയാണ്. ഈജിപ്തിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ നോക്കുന്ന ഈ കിട്ടുന്ന പേച്ചക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭാര്യയുടെ മുഖമാണോ പേച്ചക്കാണോ, ഏതാണ്? നമ്മളിത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങളിതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൽ നമ്മുടെ ഈ മോഡ്ക്ക് 1ഉം 2ഉം വീടുമായി വണ്ടിയുടെ അടവടയ്ക്കണം, വീടിൻ്റെ അടവടയ്ക്കണം, അതിൻ്റെ ഇടയ്ക്ക് മക്കളുടെ കാര്യം നോക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പണിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമായിട്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ കിടന്ന് ഇങ്ങനെ പണിയെടുക്കുക എന്നുള്ള ഒരു ഇതല്ലാതെ ഈ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ഈശോ ആഗ്രഹിക്കുന്ന പോലെ പരസ്പരം സമർപ്പിച്ചുള്ള ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതാണ്: സമയത്ത് വീട്ടിൽ കയറി വരുന്ന ഭാര്യ, സമയത്ത് വീട്ടിൽ കയറി വരുന്ന ഭർത്താവ്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യ ഭർത്താവ്, ഒരുമിച്ചുള്ള അവരുടെ വിശുദ്ധ ജീവിതം, അവരുടെ സ്നേഹജീവിതം, ഇതിലെന്ത് സംഭവിച്ചിരിക്കുന്നു? കാതലായ കുറവ് വന്നിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ്? പലരുടെയും ഭാര്യമാർ പിന്നെ ഫോണാണ്, പലരുടെയും ഭർത്താക്കന്മാർ പിന്നെ ഫോണാണ്. അതിൽ തോണ്ടിയിരുന്ന് അതിൽ നിന്ന് പല ബന്ധങ്ങളെ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്ത് കളയാണ്? നശിപ്പിച്ച് കളയാണ്. ഇത് ഭയങ്കര അപകടമാണ്. അപ്പോൾ ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ മാസത്തെ നിങ്ങളുടെ മോർഗേജ് അടഞ്ഞു പോകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ ഭാര്യയെ കൂട്ടി ഒന്ന് കറങ്ങാൻ പോകണം. ഓക്കെ, അല്ലേ? ഭർത്താവിനെ കൂട്ടി ഒന്ന് കറങ്ങാൻ പോകണം. എവിടെയെങ്കിലും പോകണം, വേറൊരു സ്ഥലത്ത് റൂം എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടുപേരും ഒന്ന് പരസ്പരം സംസാരിക്കണം. ഇത്രയും നാളായില്ലേ കാനഡ വന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി ഉന്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ എത്ര വർഷമായാലും ഇത്രയ്ക്ക് ഈ സംഭവം ഉന്തി എത്തിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതിപ്പോൾ കുറഞ്ഞ നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഇത് പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ ചോദിക്കണം, നമ്മുടെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? നമ്മുടെ സമർപ്പണം കുറഞ്ഞു പോയിട്ടുണ്ടോ? മറ്റേ ഞാൻ നിങ്ങൾക്ക് വേണ്ടത്ര സമയമൊക്കെ തരാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ ഇത്രയും നാളത്തെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും പറയാം, എന്ത് കുഴപ്പമേ ഉള്ളൂ എന്ന് പറയാം. തിരിച്ചും അതുപോലെ തന്നെ ചോദിക്കണം, എടി ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പാട്, ഈ ഓട്ടവും ഇതൊക്കെ തന്നെയാണ്, നിന്നെ വേണ്ടത് ഗവനിക്കാതെയൊക്കെ മറന്നു പോയിട്ടുണ്ട്, നിനക്കെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യ, കഴിഞ്ഞ വർഷം മാത്രമല്ല, അതിന് മുമ്പത്തെ വർഷം കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടേ നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ പറഞ്ഞോട്ടെ, പറഞ്ഞാലും കുഴപ്പമില്ല. അതിനൊരു ടൈം എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി നമ്മൾ ജീവിക്കുന്നതിന് പകരം സഹോദരങ്ങളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്: പല ഫറവോമാരും ഒരു പണിയില്ലാതെ ഇങ്ങനെ നോക്കി നടപ്പുണ്ട്. പല ഫറവോമാരും ഇങ്ങനെ നോക്കി നടപ്പുണ്ട്. അത് ഭയങ്കര അപകടം നമ്മുടെ കുടുംബത്തിന് ചെയ്യും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്ന് ആഴമായി സ്നേഹിച്ച് സംസാരിച്ച്
ഒരു ഇച്ചിരൂടെ കാതലായ ഒരു സ്നേഹമുള്ള ഒരു ബന്ധം, ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. നമ്മളിവിടെ വരുന്നു, നമ്മളിങ്ങനെ വരുന്നു, നമ്മുടെ മക്കളെ നമ്മൾ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പേരൻസ് വരുന്നു, പിന്നെ അവരെ നോക്കുന്നു, പിന്നെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പേരൻസിനെ നോക്കണോ, മക്കളെ നോക്കണോ, ഭാര്യനെ നോക്കണോ, ഭർത്താവിനെ നോക്കണോ, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് നമ്മൾ. അങ്ങനെയൊന്നും അല്ല കുടുംബജീവിതം നയിക്കേണ്ടത്. ഇങ്ങനെയുള്ള അലച്ചിലുകളൊന്നും ഈശോ ആഗ്രഹിക്കുന്നില്ല. പൗലോസ്ലീഹ പറയുന്നത് അല്പം വസ്ത്രവും ഭക്ഷണവും ഉണ്ടെങ്കിൽ മതി എന്നിട്ട് ഒരാർത്തിയില്ലാതെ ജീവിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പറ്റണം. അതിനെക്കുറിച്ച് നല്ലൊരു വചനം ഹെബ്രായരുടെ വചനത്തിലുണ്ട്. 13:5 നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹെബ്രായർ 13:5 നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്, അല്ലെ ക്ഷാമം മാറ്റാൻ വേണ്ടിയുള്ള ഈ ഓട്ടത്തിനിടയ്ക്ക് ദൈവം ആഗ്രഹിക്കാത്ത പല കുടുക്കുകളിൽ ചെന്ന് ചാടുകയും ദൈവം ആഗ്രഹിക്കാത്ത പല വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഇങ്ങനെ ചെന്ന് കഴിയുമ്പോഴോ നമ്മൾ ചെന്ന് കയറുന്ന അവർക്കും പ്രശ്നമാവും, നമുക്കും പ്രശ്നമാവും. അതാണ് പറയുന്നത്. അബ്രാമിൻ്റെ ഭാര്യ സാറയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. ഏതെങ്കിലും ഫറവോമാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാറമാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, കുടുംബത്തെ എന്താണ് കർത്താവ് വളരെ കഠിനമായി പീഡിപ്പിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ ഫോണിൽ കൂടെ തോണ്ടി കാണുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ അങ്ങനെ ഭാര്യയാക്കുന്ന ഒരാൾ, ഫോണിൽ കൂടെ ചാറ്റ് ചെയ്ത് നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ഇമാജിൻ ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുന്ന ഒരാൾ, ആ ആളെ പ്രതി നിങ്ങൾ മാത്രമല്ല അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളുമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർത്തണം, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം എൻ്റെ വിശുദ്ധ ജീവിതത്തിലാണ് എന്ന് എല്ലാ അപ്പന്മാരും എല്ലാ അമ്മമാരും ഓർത്തിരിക്കണം. ഈ അടുത്ത് നമ്മുടെ ഡൊമിനിക്കച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടാൽ, ഇങ്ങനെ നല്ലൊരാൾ, ഒരു ബിസിനസ്സായിട്ടുള്ള ആൾ ചൈനയിലോ എവിടെ പോയി കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ആ കൂടെ പോയ ആൾക്കാർ ഇയാളെ ബിസിനസ്സിൻ്റെ എന്തോ ആവശ്യത്തിന് പോയതാണ്. ഇയാളെ ഇങ്ങനെ ഈ സ്ട്രിപ്പ് ക്ലബ്ബും പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൽ പോവാമെന്ന് അങ്ങാണ്ട് പറഞ്ഞു. അപ്പോൾ അന്നേരം ഈ പുള്ളി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എടോ ഇത് ആര് കാണാനാ, ഈ രാജ്യത്ത് ഒരു മനുഷ്യനും നമ്മളെ അറിയത്തില്ല. അപ്പോൾ അന്നേരം പറഞ്ഞു, അതല്ല, ഇന്ന് ഞാൻ ചെന്നൊരു കൊച്ചിനെ, ഒരു പെൺകുട്ടിയെ ഒരു ജീവിതത്തെ അശുദ്ധമാക്കിയാൽ നാട്ടിലവിടെ എൻ്റെ ഭാര്യയും ഉണ്ട്, എൻ്റെ കൊച്ചുമുണ്ട്. അവരുടെ ജീവിതത്തിന് പിന്നെ ഒരു ഗ്യാരണ്ടി ഇല്ലാതെ പോകും, അവരുടെ ജീവിതത്തിന് പിന്നെ ഒരു സംരക്ഷണം ഇല്ലാണ്ട് പോകും. ഏതെങ്കിലും ഒരു ശത്രു അവിടെ കയറി അവരെ നശിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ അപ്പന്മാരും എല്ലാ അമ്മമാരും ഓർത്തോണം, കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ വരത്തക്ക വിധത്തിൽ വാതിൽ തുറന്നിടരുത്. ഇന്ന് ഏറ്റവും അധികം വാതിലുകൾ തുറക്കപ്പെടുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. തുറക്കരുത്. തെറ്റായ വാതിലുകൾ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, ഇതൊന്നും തുറക്കരുത്. എല്ലാം അടച്ചോണം. അശുദ്ധികൾ, പോണോഗ്രഫി, പിന്നെ ഈ ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം തോണ്ടിയുള്ള ഇരിപ്പ്, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം കളയും. ഒരു സംശയം വേണ്ട അതിന്. നമ്മുടെ കുടുംബത്തിൽ വേറെ ആൾക്കാർ നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലും കയറി മേയും. അനുവദിക്കരുത്. ഒരു വിശുദ്ധ ജീവിതം അതുകൊണ്ട് നയിച്ചോണം. ഈ ഒരു വർഷം നല്ലൊരു തീരുമാനം അങ്ങനെ എടുക്കണം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ഞാൻ ആഴമായി സ്നേഹിക്കുന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. എന്നിട്ട് ഫറവോ പറയാണ്, ഇതാ നിൻ്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഫറവോ തൻ്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയും അവൻ്റെ വസ്തു അവളോടും കൂടെ യാത്രയാക്കി വിട്ടുപൊക്കോളാൻ പറഞ്ഞു. ഇനി ഈ പരിസരത്ത് നിന്നേക്കരുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, അബ്രാഹത്തെ ഒരു ദേശത്ത് അനുഗ്രഹമാവാൻ വേണ്ടി വന്നവനെ എന്ത് ചെയ്യാണ്, അടിച്ചു ഓടിച്ചു വിടുന്നൊരു വായ്പേ അല്ലേ. ഒരു ദേശത്ത് അനുഗ്രഹം വന്ന നീ മൂലം അനുഗ്രഹമെന്ന് പറഞ്ഞ് ടീമിനെ എന്ത് ചെയ്യാണ്, അടിച്ചു ഓടിച്ചു വിടുകയാണ്. അങ്ങനെ സംഭവിക്കും. കാര്യം നമ്മളെ കർത്താവ് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞാലും, ഈ രാജ്യത്തെ അനുഗ്രഹമാണ് കൊണ്ടുവന്ന് പറഞ്ഞാലും, കുരുത്തക്കേട് തുടങ്ങിക്കഴിഞ്ഞാൽ, അശുദ്ധി തുടങ്ങിയാൽ, പാപം തുടങ്ങിയാൽ പിന്നെ എന്താണ്, പിന്നെ നമ്മളെ ഈ രാജ്യത്തുനിന്ന് അടിച്ചോടിക്കും. ഇവിടെ ഒരു ഇഞ്ച് അവകാശം പോലും കർത്താവ് തരികയില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
അവസാനത്തെ 2 കാര്യം കൂടെ പറയുന്നു. ഇന്നത്തെ ഒരു കാര്യം ലോത്തിൻ്റെ കാര്യമാണ്. ഈ അബ്രാഹാം ഇങ്ങോട്ട് പോന്നപ്പം ലോത്തിനെ കൂട്ടാൻ കർത്താവ് പറഞ്ഞായിരുന്നോ? നിൻ്റെ ബന്ധുക്കാരെ എല്ലാവരും വിട്ടിട്ട് പോരാനല്ലേ പറഞ്ഞത്? ലോത്ത് എന്താണ്? ഒരു കുടുംബക്കാരനാണ്. ഈ ദൈവം എന്ത് ചെയ്തു? അബ്രാഹാം എന്ത് ചെയ്തു? കൂടെ പോകുന്നപ്പോൾ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ലോത്തിനെ കൂട്ടിക്കൊണ്ട് വന്നു. ഈ ലോത്തിനെ കൂട്ടിക്കൊണ്ട് വന്ന മൊത്തം പാരയാണ്. ലോത്തിൻ്റെ ഭൃത്യന്മാരും ലോത്തിൻ്റെ ആടുകൾ തമ്മിൽ പോലും അടികൂടുകയാണെന്നുള്ളതാണ്. ആടുകൾ പശുക്കൾ തമ്മിൽ പോലും അടികൂടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തം അബ്രാഹത്തിന് തലവേദനയായപ്പോൾ അബ്രാഹാം പറഞ്ഞു, നീ ഇങ്ങനെ നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ എടുത്തോ, ഇതിൽ ഏറ്റവും നല്ല സ്ഥലം നീ എടുത്തു, നീ നോക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പം നല്ല ഫലഭൂഷ്ടമായ സ്ഥലമെന്ന് കണ്ട് ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് അങ്ങോട്ട് പോയി. സോദോം ഗൊമോറയാണ് ആ സ്ഥലം. ലോത്ത് അങ്ങോട്ട് പോയി. അബ്രാഹാം പിന്നെ നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹാമിനോട് പറഞ്ഞു. നോക്കിയേ, അതുവരെയും കർത്താവ് എന്ത് ചെയ്തില്ല? ഈജിപ്തിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടായ സമയത്ത് പോലും ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ ഇവിടെ ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. അത് കൃത്യമാണ് ആ വചനം. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം, അങ്ങനെ തന്നെയാണ് പറയുന്നത്, വേർപെടുക, സെപ്പറേറ്റ് ആയതിനു ശേഷം കർത്താവ് അബ്രാഹാമിനോട്, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കിൻ്റെ അവകാശം കൊടുക്കുകയാണ്. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ ഞാൻ നിൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാവും, നിൻ്റെ സന്തതികളെ എണ്ണി തീർക്കാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാഹാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലെ മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു എന്നുള്ളതാണ്. നോക്കിയേ, ലോത്ത് ജീവിതത്തിൽ നിന്ന് മാറിയപ്പോഴാണ് വീണ്ടും ഒരു അനുഗ്രഹം അബ്രാഹത്തിന് കിട്ടിയത്. ഇത് ഞാനൊരു പ്രസംഗത്തിൽ ഈ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, തെറ്റിദ്ധരിക്കരുതെന്നും പറഞ്ഞു. അപ്പോൾ ചില ടീമുകളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാലേ അനുഗ്രഹം ആവുള്ളൂ. അതായത് നിങ്ങൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ, അത് ചിലപ്പം ചില സുഹൃത്തുക്കളായിരിക്കാം, ചില സ്മോൾ ബന്ധങ്ങളായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള സ്മോൾ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യണം? ജീവിതത്തിൽ നിന്നും പറിച്ച് മാറ്റാനായിട്ട് പറ്റണം. സ്മോൾ ബന്ധങ്ങൾ, പെഗ് ബന്ധങ്ങൾ, കഞ്ചാവ് ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യണം? പറിച്ച് മാറ്റണം ജീവിതത്തിൽ നിന്ന്. ഇങ്ങനെ പറിച്ച് മാറ്റിയാലേ കർത്താവിൻ്റെ ഈ അനുഗ്രഹം തുടർച്ചയായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവിടുന്ന് അബ്രാഹാം സ്ഥലം മാറ്റി മാമ്രയുടെ ഓക്കുമരത്തിൻ്റെ സമീപം വെച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യാണ്? അവൻ അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിനെ ആരാധിക്കുകയാണ്. വേറൊന്നും ചെയ്യുന്നില്ല, അബ്രാഹാം ചെയ്യുന്നില്ല. അവിടെ താമസിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെടാൻ വേറൊന്നും വേണ്ട, ദൈവത്തെ ആരാധിച്ചാൽ മതി. ഈ ദേശത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് കർത്താവിനെ ആരാധിച്ച് തുടങ്ങിക്കോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റിയല്ല. ഒരു തിന്മയുടെ ശക്തിക്കും ഒരു വ്യക്തികൾക്കും നിങ്ങളുടെ ഉയർച്ചയെ തടയാൻ പറ്റിയല്ല, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഈ ദേശം കർത്താവ് നിങ്ങൾക്ക് അവകാശമായിട്ട് തരും. ഈ മാമരയുടെ ഓക്കുമരത്തോപ്പിൽ ആ പണിത ബലിപീഠത്തിൻ്റെ അടുത്താണ് പിന്നെ ആര് വരുന്നത്? ദൈവദൂതന്മാരല്ലേ, പരിശുദ്ധ ത്രിത്വം ഇറങ്ങി വരുന്നത്. അവിടെ വെച്ചിട്ടാണ് അവർ അബ്രാഹത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്നതും അടുത്ത വസന്തത്തിൽ വരുമ്പോൾ സാരയ്ക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള വാഗ്ദാനം നൽകുന്നു. അപ്പം അതുകൊണ്ട് നിൻ്റെ വീടിനോട് ചേർന്നുള്ള നിൻ്റെ ബലിപീഠത്തെ നിസ്സാരമായിട്ട് കരുതരുത്, തിരസ്കരിക്കരുത്. നിങ്ങൾ കർത്താവിനെ നല്ലപോലെ ആരാധിക്കും, വേറൊന്നും വേണ്ട. കർത്താവ് നിങ്ങളുടെ കാര്യം നടത്തിക്കൊള്ളും. അന്ന് ന്യൂ ഇയറിന് പറഞ്ഞ അതേ കാര്യം ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. കാതറിൻ ഓഫ് സിയന്നയോട് ഈശോ പറഞ്ഞ കാര്യമാണ്, നീ എൻ്റെ കാര്യം നോക്ക്, നിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഈ ഒരു രാജ്യത്ത് നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു തുടങ്ങിക്കോ, ദൈവം നിങ്ങളുടെ കാര്യം നോക്കി തുടങ്ങും. എല്ലാ കാര്യവും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങും. അതൊരു വലിയ കൃപയാണ്, വലിയൊരു അഭിഷേകമാണ്. അങ്ങനെയുള്ള അബ്രാഹത്തിൻ്റെ ജീവിതത്തിലാണ് പിന്നീട് സാലം രാജാവായി മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രാഹത്തിനെ അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് അവൻ അബ്രാഹത്തെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. വലിയൊരു അനുഗ്രഹമാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ.
ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളെയും ആ വചനം പറഞ്ഞ് അച്ഛൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ.